അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഇതാണ്, നൂനു സാക്കിന വ തൻവീൻ. ഓക്കെ, നൂനു സാക്കിന വ തൻവീൻ. എന്താണ് നൂനു സാക്കിന, എന്താണ് തൻവീൻ എന്നുള്ളതൊക്കെയാണ് ഇന്ന് പഠിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട നൂനു സാക്കിനയും തൻവീനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് പോവാ. നൂനു സാക്കിന വ തൻവീൻ. നൂനു സാക്കിന പിന്നെ നമുക്ക് നോക്കാം. നൂനു സാക്കിന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ അല്ലെ? നൂനു സാക്കിന അറിയല്ലോ, കണ്ടാൽ അറിയല്ലോ. ഇതാണ് നൂനു സാക്കിന. ചില സമയത്ത് സുക്കൂനോട് കൂടി വരും, ചില സമയത്ത് സുക്കൂനൊന്നുമില്ല, വെറും നൂന് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ തൻവീന്. തൻവീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൻ ബിൻ ബുൻ, അതായത് നൂന് നൗവന യുനവ്വിനു തൻവീൻ, നൂനാക്കുക എന്നാണ്. അതിപ്പോ അറബികള് ഇസ്മിന്റെ അവസാനത്തിൽ എന്ത് കൊടുക്കുന്നതാണ്? ഇരട്ടിപ്പിച്ചിങ്ങേറ്റ് എൻ എന്ന ശബ്ദം കൊണ്ടുവന്നതാണ് തൻവീൻ എന്ന് പറയുന്നത്. നൂനാക്കുക, തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂനാക്കുക എന്നുള്ളതാണ്. നൂനിന്റെ ശബ്ദമാണല്ലോ അല്ലെ? നമുക്ക് നോക്കാം, അങ്ങോട്ട് നോക്കൂ. ബൻ, ബൻ എന്നാണ് പിന്നെ നൂനു സാക്കിനോട് കൂടിങ്ങേറ്റ് വന്നത്. ബാ നൂനു സാക്കിന, ബൻ എന്നാണ്. അത് ബാന്റെ മുകളിൽ തൻവീൻ ഇട്ടപ്പോഴും നോക്കൂ, ബൻ ബൻ ബൻ, രണ്ടും സെയിം തന്നെയാണ്. ഇനി ബിൻ ആണെങ്കിൽ നോക്കൂ, ബുൻ എന്നാണെങ്കിൽ നോക്കൂ, എല്ലാ സ്ഥലത്തും ബൻ ബിൻ ബുൻ, അത് നൂനു സാക്കിന തൻ. സംഭവം രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ? അതിന്റെ ഉച്ചാരണത്തിൽ നൂനു സാക്കിനയും തൻവീനും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ നിയമങ്ങളും ഒന്ന് തന്നെയാണ്. നൂനു സാക്കിന തൻവീൻ. ഒരു 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 ഉദാഹരണമാണിത്. അവിടെ നൂനു സാക്കിനക്ക് ശേഷം താവ് വന്നിട്ടുണ്ട്. മീമിൻ്റെത് മീമ് ഇൽഹാറാണ്. അപ്പൊ ഈ രണ്ട് നൂനിലും എന്ത് വന്നിട്ടില്ല? സുക്കൂന് വന്നിട്ടില്ല. അപ്പൊ താഴത്തുള്ളത് നോക്കൂ, മൻ ആമന. ഇപ്പൊ രണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ്. അവിടെ എന്ന് ഞാന് മണിച്ചുകൊണ്ട് പാരായണം ചെയ്തു. താഴത്ത് മൻ ആമന എന്നുള്ളിടത്ത് എന്തില്ല? മണിക്കുന്നില്ല. ഓക്കെ. ഇപ്പൊ നൂനു സാക്കിന, നൂന് രണ്ട് രീതിയിൽ, നൂന് സുക്കൂനുള്ള നൂനിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് സുക്കൂനോട് കൂടി കാണാൻ പറ്റും, ഒന്ന് സുക്കൂൻ ഇല്ലാണ്ടെയും കാണാൻ, ഒന്നല്ല സുക്കൂൻ ഇല്ലാണ്ടെയും സുക്കൂനോട് കൂടിയ രണ്ട് രീതിയിലാണ് നമുക്ക് നൂനു സാക്കിനയെ കാണാൻ പറ്റുക. തൻവീന് പിന്നെ തൻവീന് നമ്മള് കണ്ടതുപോലെ, അതായത് ഹർക്കത്ത് ഇരട്ടിപ്പിച്ചിട്ട് ബൈതൻ, ബൈതിൻ, ബൈതുൻ, പിന്നെ അലീമൻ, അലീമിൻ, അലീമുൻ, മൻ മിൻ മുൻ എന്ന് കാണുന്ന ആ എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, മൻ ഇൽമിൻ അലീമുൻ, ആ ഒരു നൂനിന്റെ ശബ്ദം, അതാണ് തൻവീൻ എന്ന് പറയുന്നത്. അപ്പൊ നൂനു സാക്കിന വ തൻവീൻ അല്ലെ? നൂനു സാക്കിന വ തൻവീൻ, നൂനു സാക്കിന തൻവീൻ. നിയമങ്ങളിലേക്ക് പോവാണ്. നൂനു സാക്കിന വ തൻവീൻ, അതിന് എത്ര നിയമങ്ങളുണ്ട്? 4 നിയമങ്ങളാണുള്ളത്. ഈ 4 നിയമങ്ങളും നമ്മൾ വ്യത്യസ്ത രീതിയിൽ തന്നെ കൃത്യമായിട്ട് പഠിക്കല്ലേ. സുക്കൂനുള്ള മീമ്, അതായത് മീമു സാക്കിനക്ക് എത്ര നിയമം ഉണ്ടായിരുന്നു എന്നാ നമ്മൾ പഠിച്ചത്? 3 നിയമങ്ങൾ. ഏതൊക്കെയാണ്? ഇഖ്ലാബില്ല. ഇവിടെ നൂനു സാക്കിന തൻവീന് ഒരു നിയമം കൂടി ഉണ്ട്. ആ നിയമമാണ് ഇഖ്ലാബ്, ഇൻകുലാബ്. ഇൻകുലാബ് എന്ന് പറയാം, മാറ്റിമറയ്ക്കുക. ഇഖ്ലാബ്, ഇൻകുലാബ് സിന്ദാബ എന്ന് പറയില്ലേ, മാറ്റിമറയ്ക്കുക, ഇഖ്ലാബാണ്. അപ്പോ ഇൽഹാറും ഇദ്ഗാമും ഇഖ്ഫാവും നമുക്ക് എന്താണ് സംഭവം എന്താന്ന് ഇപ്പൊ നമുക്ക് ഏകദേശം അറിയാം. കാരണം നമ്മൾ മീംസാക്കിനെ പറഞ്ഞതുകൊണ്ട് എന്താണ് ഇൽഹാർ എന്ന് നമുക്കറിയാം, എന്താണ് ഇദ്ഗാം എന്നറിയാം, എന്താണ് ഇഖ്ഫാ എന്നറിയാം. സെയിം തന്നെയാണ്, പക്ഷെ അക്ഷരങ്ങൾ മാറുന്നുണ്ട്. അതായത് ഇൽഹാർ സംഭവിക്കുന്നത് മീമുസാക്കിനയില് ബാഉം മീമും ഒഴികെയുള്ള മുഴുവൻ ഹർഫുകളും, സുക്കൂനുള്ള മീമിന് ശേഷം ബാഉം മീമും ഒഴികെയുള്ള ഏത് ഹർഫ് വന്നു കഴിഞ്ഞാലും അവിടെ മീമിനെ വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. പക്ഷെ നൂനു സാക്കിന തൻവീനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. ഇദ്ഗാമില് സെയിം തന്നെയാണ്. എന്താണ്? ഒരൊറ്റ അല്ല, മീമു സാക്കിനയിൽ ഒരൊറ്റ അക്ഷരം മതി. പക്ഷെ ഇദ്ഗാമിൽ അങ്ങനെയല്ല, കുറച്ച് ഹർഫുകളുണ്ട്. ഇൽഹാറിൽ കുറച്ച് ഹർഫുകളുണ്ട്, ഇഖ്ഫായിൽ കുറച്ച് ഹർഫുകളുണ്ട്. ഇഖ്ലാബിൽ പക്ഷെ ഒന്നേ ഉള്ളൂ കേട്ടോ, ഒരു ഹർഫേ ഉള്ളൂ. അപ്പോ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നിലേക്ക് പോകാം. നൂനു സാക്കിന വ തൻവീൻ ശേഷം പിന്നെ നൂനു സാക്കിന തൻവീനിന് ഇൽഹാർ സംഭവിക്കുന്നത് എപ്പോഴും എന്നാണ്. നോക്കൂ നിങ്ങള്,
ഹർഫുകൾ നോക്കൂ. ആദ്യം എന്റെ ചോദ്യം എന്താന്ന് തന്നെ, ഈ ഹർഫുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ട ഹർഫുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത? ആ, ഹുറൂഫുൽ ഹൽക്കാണ്. തൊണ്ടയുടെ അക്ഷരങ്ങളാണ്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാ, നൂനു സാക്കിന വ തൻവീൻ, നൂനു സാക്കിന തൻവീന് ശേഷം തൊണ്ടയുടെ ഹർഫുകളാണ് വരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കണം? നൂനു സാക്കിന അല്ലെങ്കിൽ തൻവീൻ, അതിനെ വ്യക്തമാക്കിയിട്ട് വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. ഓക്കെ, അപ്പം നൂനു സാക്കിന തൻവീനും ഇൽഹാർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നൂനു സാക്കിന വ തൻവീനിന് ശേഷം, നൂനു സാക്കിനക്കോ തൻവീനിനോ ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഐനുൻ, ഹ, ഗൈനുൻ, ഖ, ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നൂനു സാക്കിന, അതായത് ഈ ഹർഫുകൾക്ക് മുമ്പ് വന്ന നൂനു സാക്കിനയോ തൻവീനോ അതിനെ വ്യക്തമായിട്ട് വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. മനസ്സിലായല്ലോ? ഒന്നും കൂടി നമ്മൾ നോക്കൂ. ഇതാണ് ഇൽഹാർ ചെയ്യേണ്ട, നൂനു സാക്കിന തൻവീന് ശേഷം ഇൽഹാർ ചെയ്യേണ്ട ഹർഫുകൾ. ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ. ഓക്കെ, സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നോക്കൂ, ഇൽഹാറിന്റെ അപ്പൊ ചോദിക്കും ഇങ്ങനെ, അതായത് നൂനു സാക്കിന വ തൻവീൻ ഇൽഹാർ സംഭവിക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് നിങ്ങൾ പറയാ? ആരോ ഒരാൾ പറയൂ. സാക്കിനായ തൻവീനിനു ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും വെളിവാക്കി ഉച്ചരിക്കണം. കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷേ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതാന്ന് നമ്മൾ പറയണ്ടേ? അപ്പോ അതിന് ബെറ്റർ ഇപ്പോ റഷീദ് സാഹിബ് പറഞ്ഞ പോലെ എന്താണ്, ഹൽക്കിന്റെ അക്ഷരങ്ങൾ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അവിടെ ഒരു എന്തായി, ഹൽക്കിന്റെ അക്ഷരങ്ങൾ നമുക്ക് പിടുത്തം കിട്ടിയ 6 അക്ഷരാണ്. ഹംസുന, ഹൈനുന. മറ്റേത് എന്താണ്, ഹർഫുകൾ ഏതാന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയുമ്പോ ഹംസും ഹ, ഐനുൻ ഹ, ഗൈനുൻ, ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഡെഫിനിഷൻ ഉഷാറായിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബറക്കല്ലാഹി. ഓക്കെ, അപ്പൊ തൻവീൻ ആണെങ്കിലും സെയിം തന്നെ കേട്ടോ. നൂനു സാക്കിനെ ആണെങ്കിലും തൻവീൻ. സാറതൊന്ന് ക്ലിയർ നേരത്തെ പറഞ്ഞത് ആരായിരുന്നു? ഞാൻ റസിയ. റസിയ ബിത്താത്ത ഒന്നും കൂടി ഒന്ന് പറയൂ, നമുക്ക് വ്യക്തമാക്കിയിട്ട്. എന്തായിരുന്നു ഇങ്ങനെ പറയും? നൂനു സാക്കിന തൻവീനിന്, നൂനു സാക്കിനക്കോ തൻവീനിന് ശേഷോ ഇൽഹാറിന്റെ അക്ഷരം എന്നാണ് പറഞ്ഞത്. ഈ അക്ഷരങ്ങൾ ഇൽഹാറിന്റെ അക്ഷരം എന്ന് മാറ്റിങ്ങേറ്റ് നൂനു സാക്കിന തൻവീനിന് ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങളായ തൊണ്ടയുടെ പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമായി ഉച്ചരിക്കണം. ഓക്കെ ഓക്കെ, ഒന്നും കൂടി ഇങ്ങനെ നമുക്ക് പറയാം. നൂനു സാക്കിന തൻവീനിന് ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ, ഇവയിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നൂനു സാക്കിനെയോ തൻവീനിനെയോ ഏതാണോ വന്നത് എന്നുള്ളതാണ് ഉദ്ദേശം കേട്ടോ. നൂനു സാക്കിന അല്ലെങ്കിൽ തൻവീൻ, പിന്നെ നൂനു സാക്കിന തൻവീനിനെ ഇൽഹാറോട് കൂടി പാരായണം ചെയ്യും. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കിയിട്ട് വെളിവാക്കിയിട്ട് എന്തൊക്കെ അങ്ങനെ പറയുന്നത്, വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. അതിനെ കൃത്യമായിട്ട് മഖ്റജിലൊക്കെ റെഡിയാക്കിയിട്ട് അറിയണം, നൂൻ എന്ന ശബ്ദം കേട്ടുകൊണ്ട്. ഓക്കെ, ഇത് ഇതാണ് തുൽഹറു നൂനു സാക്കിന ഔ അത്തൻവീൻ ഇദാ അതാ ബഅദഹുമ ഹർഫു മിൻ അഹ്റുഫിൻ അൽ ഹൽഖ് സിത്ത വഹിയ ഹംസു വഹാഉ വഐൻ വഹ വഗൈൻ വഖ. മനസ്സിലായില്ലേ? തുൽഹറു നൂനു, ഇൽഹാർ സംഭവിക്കും നൂനു സാക്കിന ഔ തൻവീൻ, അല്ലെങ്കിൽ നൂനു സാക്കിന തൻവീൻ ഇദാ അത വന്നാൽ ബഅദഹു അതിനുശേഷം ഹർഫ് മിൻ അഹ്റുഫ് അൽ ഹൽഖ്, പിന്നെ തൊണ്ടയുടെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ
സിത്ത തൊണ്ടയുടെ അക്ഷരങ്ങളായ 6 വഹിയ അത് ഹംസ ഹ ഐന് ഹ ഗൈന് ഖ. ഈ 6 ഹർഫുകളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? നൂനു സാക്കിനയോ തെൻവീനോ ഏതാണ് വരുന്നത് അതിനെ തുൽഹറു ഇൽഹാർ ചെയ്യണം. മനസ്സിലായല്ലോ? ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ. തൊണ്ടയുടെ അക്ഷരങ്ങളായ 6 ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാല് അതെ, ഇൽഹാർ ചെയ്യണം. അതെ, നൂനു സാക്കിനെയോ അല്ലെ തെൻവീനിനോ ഇൽഹാർ ചെയ്യണം. ആ 6 വാക്കുകളാണ് താഴെ എഴുതിയത്. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരാൾ ചോദിച്ചിട്ട് അടുത്ത ആൾ ചോദിക്കാം. അവിടെ മണിക്കൽ ഉണ്ടാവില്ല. ഇല്ല, ഇൽഹാർ എന്ന് പറഞ്ഞാൽ പിന്നെ മണിക്കലില്ലല്ലോ, വെളിവാക്കല്ലേ. ഓക്കെ, അടുത്ത ആള്. ഇൽഹാർ ചെയ്യേണ്ടത് നൂനിനെയും തെൻവീനെയാണോ? അതെ അതെ, നൂനിനെ അല്ലെങ്കിൽ തെൻവീനെയാണ് ക്ലിയർ ആക്കി പറയണം. ക്ലിയർ ആക്കി പറയണം അൻ എന്ന്. നമുക്ക് ഉദാഹരണം കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നൂനു സാക്കിന തൻവീന് 2 കോളം. നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടിയും കൂടി തരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു ചാർട്ട് നിങ്ങൾക്ക് തരും. ഇത് നമുക്കിപ്പോ നമ്മൾക്ക് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കാണ്. ഇനി ഞാൻ വീണ്ടും പിന്നെ ആദ്യം തന്നെ റഷീദ് സാഹിബിനെ തന്നെയാണ് വിളിക്കുന്നത്. റഷീദ് സാഹിബ്, ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് പിന്നെ 2 മഞ്ഞ കളറിൽ കാണുന്ന ഭാഗം തേജ് ചെയ്യണം. അതിന്റെ മുമ്പേ പിന്നെ ഇത് തഹജി നൂനു സാക്കിനെ തഹജി ചെയ്യാൻ എന്താ പ്രയാസം ഉണ്ടോ? ഞാൻ അവിടെ കാണിച്ചു കഴിഞ്ഞു. ഒറ്റ മിനിറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, തഹജി പറഞ്ഞിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടില്ല, നമുക്ക് ഒപ്പിച്ച് പറയാം. ഓക്കെ നോക്കട്ടെ. ഇല്ല, ലാസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാം. ഓക്കെ. وَأَمَّا مَنْ آمَنَ وَعَمِلَ صَالِحًا فَلَهُ جَزَاءُ الْحُسْنَى. അവിടെ ജസാഅൻ അൽ ഹുസ്ന എന്നാണ്. അപ്പൊ നമുക്കത് എന്തായിട്ട് മാറും? ജസാഅനിൽ ഹുസ്ന എന്നായിട്ട് മാറും. നമ്മൾ പഠിക്കാനുണ്ട് അതൊരു നിയമം. അത് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് നൽകാണ്? കെസ്ര ഹർക്കത്ത് നൽകാൻ, തഹരീക്ക് എന്നാണ് പറയാ. ഹദഫ് തഹരീക്ക് എന്ന് പറഞ്ഞപ്പോ ഒരു സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ചെയ്യുന്നത് ജസാഅൻ എന്നുള്ള നൂനുണ്ടല്ലോ, ആ നൂനിന് കെസ്ര നൽകുക ചെയ്യുന്നത്. അപ്പൊ ജസാഅനിൽ ഹുസ്ന. കാരണക്കാരന് ഹംസത്തു വസ്ലാണ്. വേറെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. ഏതുപോലെന്ന് വെച്ചാൽ നമ്മള് പിന്നെ സൂറത്ത് ഇഖ്ലാസ് ഓതുമ്പോ ഉസ്താദേ അതെ സെയിം സംഭവം തന്നെയാണ് ഇവിടെ. ഇൽത്തിഖാ ഉസാക്കിനെ എന്ന് പറയും. പിന്നെ അത് നമ്മൾ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ചില കാര്യങ്ങൾ നിർത്താതെ ഓതുമ്പോ അങ്ങനെ അഹദുനില്ല എന്ന് പറയുന്നു എന്ന് മതി. അതെ സെയിം സംഭവം. وَأَمَّا مَنْ آمَنَ وَعَمِلَ صَالِحًا فَلَهُ جَزَاءُ الْحُسْنَى وَسَنَقُولُ لَهُ مِنْ أَمْرِنَا يُسْرًا. من آمن ميم فتحة ما نون ساكنة من നൂൻ സാക്കിന മുൽഹറ കബ്ലൽ. നമ്മള് മീമു സാക്കിനിന്റെ നിയമം പഠിച്ചില്ലേ? ഓക്കെ. നൂൻ സാക്കിന മുൽഹറ കബ്ല ഹർഫുൽ ഹൽഖ്. അല്ല, അങ്ങനെ പറയണ്ട. കബ്ലൽ ഹംസ, ഹംസയാണ്. കബ്ലൽ ഹംസിൽ മഫ്തൂഹ അലിഫ് മദ് ത്വബീ ഹർകത്താൻ. من ميم فتحة ما من آمة نون فتحة نا
ആമന മൻ ആമന. ഓക്കെ ഓക്കെ. ഇനി നേരെ താഴത്ത് അല്ല, അത് കഴിഞ്ഞ് അവിടെ കട്ടെ. ഇത് പറയൂ. ഇത് ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ആ അവസാനത്തെ ആ തഹജി ചെയ്ത തൻവീനിലുള്ളതും കൂടി തഹജി ഓക്കെ ചെയ്താണ്. ഓക്കെ. യംഹഖുല്ലാഹു റിബ യംഹഖുല്ലാഹു റിബ യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാറിൻ അസീം. കഫാരിൻ അസീം. ഓക്കെ ഓക്കെ. കഫാരിൻ അസീം എന്നുള്ളത് ഫ ഷദ്ദ ഫത്ഹ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബീ ഹർക്കത്താൻ. ഓക്കെ. റാ തൻവീൻ റാ മുറക്കക തൻവീൻ ബിൽ അല്ല, കസ്ർ. അങ്ങനല്ല. അത് ഞാൻ പറഞ്ഞുതരാം. റാ തൻവീൻ ബിൽ കസ്ര മുറക്കക മുൽഹറ. റാ തൻവീൻ ബിൽ കസ്ര മുറക്കക പറയണ്ടേ? മുറക്കക മുൽഹറ അല്ലെങ്കിൽ റാ തൻവീൻ ബിൽ കസ്ര മുൽഹറ. റാ തൻവീൻ ബിൽ കസ്ര മുൽഹറ മുറക്കക ഖബ്ല ഹംസ അൽ മഫ്തൂഹ. കഫാരിൻ അ. ഓക്കെ ഓക്കെ. അത് കിട്ടിയല്ലോ അല്ലെ? മതി മതി. അത്ര ആ ഒരു ഇത് മാത്രം മതി. അത് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടില്ല. റാന് കസ്ര വരുന്ന സമയത്ത് അത് കസ്രയും തൻവീൻ ബിൽ കസ്ര ഷദ്ദ കസ്ര ഏത് വന്നാലും രി എന്ന ശബ്ദത്തിൽ തർക്കീക്ക് സംഭവിക്കും. അപ്പൊ ഇവിടെ നമ്മൾ റാ തൻവീൻ ബിൽ കസ്ര മുൽഹറ ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ എന്ന് പറയുമ്പോൾ അവിടെ തർക്കീക്കും കൂടി പറയണം. അപ്പൊ അതുകൊണ്ട് റാ തൻവീൻ ബിൽ കസ്ര മുറക്കക മുൽഹറ അതാണ് കുറച്ചും കൂടി എളുപ്പം. റാ തൻവീൻ ബിൽ കസ്ര മുൽഹറ മുറക്കക പറയുന്നേക്കാളും നല്ലത് റാ തൻവീൻ ബിൽ കസ്ര മുറക്കക മുൽഹറ. തർക്കീക്കാണ് മുൽഹറയുമാണ്. പിന്നെ ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ വയുഖഫിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ഓക്കെ. മിൻ ഹാദിൻ എന്നുള്ളതും തഹജീയു. മീം കസ്റ മീ നൂൻ സാക്കിന മുൽഹറ ഖബ്ല ഹാഉൽ മഫ്തൂഹ മിൻ മഫ്തൂഹ അലിഫ് മദ് തബീ ഹർക്കത്താൻ മിൻ ഹാ. പിന്നെ ദാൽ സാക്കിന മുക്കൽക്കലാണ് ഇന്ദൽ വഖഫൊക്കെയാണ്. അതാകുമ്പോ പക്ഷെ അവിടെ ഒരു മദ്ദും കൂടി പഠിക്കാനുണ്ട്. ഒരു മദ് വരുന്നത് ഹാദ് എന്ന് നീട്ടുമ്പോ. ഓക്കെ, അത് അവിടെ നോട്ടെ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇതൊന്ന് പറയൂ. ഇത് പാരായണം ചെയ്തിട്ട് മിൻഹ എന്നുള്ളത് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ويقول الذين كفروا لولا أنزل عليه آية من ربه إنما أنت منذر ولكل قوم هاد. മുന്തിരും ആയി പോയിട്ടോ. അവിടെ ഒന്ന് മണിക്കണം. അവിടെ ഒന്ന് ഒന്ന വിട്ടു പോയിക്കുന്നു. ഓക്കെ, ഇതൊന്ന് ടൈപ്പ് ചെയ്യൂ നിങ്ങൾ. തൻവീന് ഖാഫ് ഫത്ഹ ഖ ഖാഫ് ഫത്ഹ ഖ ഖാഫ് ഫത്ഹ ഖ ഖാഫ് ഫത്ഹ ഖാഫ് ഫത്ഹ ഖ മുഫഖമ ഖ. ഓക്കെ ഓക്കെ ഓക്കെ. ഖ വ സാക്കിന വ സുകൂൻ ഖ ഖൗ. മീം തൻവീൻ ബിൽ കസ്റ മുൽഹറ ഖബ്ല ഹാഉൽ മഫ്തൂഹ അലിഫ് മദ് തബീ ഹർക്കത്താൻ ഖൗമിൻഹാ. ഓക്കെ ഓക്കെ ഓക്കെ. ശുക്രൻ, ജസാക്കല്ലാഹ്. ഫാത്തിമ സിവി. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ضادനെ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഫളൽതുക്കും എന്നല്ല, فضلتكم. അൻഅംതു അൻഅംതു. രണ്ട് നിയമങ്ങൾ അവിടെ പറയാനുണ്ട്.
തയ ചെയ്തോളൂ. അലിഫ് ഹംസ ഫതഹ അ ആ. നൂൻ സാക്കിന മുൽഹറ മുൽഹറ കബല ഐനിൽ മഫ്തൂഹ അൻഅ. മീം സാക്കിന മുൽഹറ കബല താഇൽ മദ്മൂമ. വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. അൽഹംദുലില്ലാ, ബാറകല്ലാഹു ഫീ. ഓക്കെ, തൻവീന് പറയണോ നീ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ഓക്കെ, അവിടെ സെമി അതൊന്ന് തയ ചെയ്യുള്ളൂ. ഐൻ 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 തെൻവീനും തെൻവീൻ ബിൽ ളമ്മ മുൽഹറ. തെൻവീൻ ബിൻ ദമ്മ മുൽഹറ ഖബല ഐനിൽ മഫ്തൂഹ ഐൻ. ഓക്കെ ശുക്രൻ, ജസാക്കല്ലാഹ്. ഫളലം മിനല്ലാഹി വനിഅമതൻ വല്ലാഹു അലീമുൻ ഹകീം. ഫളിലൻ ആക്കരുത്, ദാദാണ്. ഫളലൻ ആക്കൽ നിങ്ങള്. വല്ലാഹു അലീമുൻ ഹകീം. അലീമുൻ ഹകീം. ഫത്ഹ അ ലാം കസ്റ യാ മദ് തബഈ ഹർക്കത്താൻ അലി. മീം സാക്കിന അല്ല, മീം തൻവീൻ ബിൽ ളമ്മ മുൽഹറ എന്നൊക്കെയല്ലേ വരാ? മീം തൻവീൻ ബിൽ ളമ്മ മുൽഹറ ഖബല ഹായിൽ മഫ്തൂഹ അലീമുൻ ഹ. ഓക്കെ ശുക്രൻ. ഫഅല്ലവ ഇസ്തഖാമൂ അലാ ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. ഓക്കെ, ഇവിടെ മാഅൻ ഗദഖ എന്നുള്ള തൻവീനിൻ്റെത് മാത്രം ഒന്ന് തയ ചെയ്യൂ. മറ്റേത് മൊത്തം നിങ്ങൾ തയ ചെയ്താൽ ചിലപ്പോ പ്രശ്നമാവും. അതുകൊണ്ട് ആ തൻവീൻ മാത്രം. ഹംസ തൻവീൻ ബിൽ ഫത്ഹ മുൽഹറ ഖബലൽ ഐനിൽ മഫ്തൂഹ മുഫഖമ. ഓക്കെ, വെരി ഗുഡ് അൽഹംദുലില്ലാ. فسقى لهما ثم تولى إلى ظل فقال رب. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നേരത്തെ ഞാന് പിന്നെ റഷീദ് സാഹിബിനോട് പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ പറഞ്ഞ തഹരീഖാണ്. പിന്നെ ഹദഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇല എന്ന് ഇവിടെ മദ്ദാണ് വരുന്നത്. പക്ഷെ നമ്മൾ പാരായണം ചെയ്യുമ്പോ ആ ഇല എന്നുള്ള ആ കട്ടാവും. ഇല എന്നായിട്ട് മാറും. ثم تولى إلى الظل فقال رب إني لما أنزلت إلى من خير فقير. ഓക്കെ തഹജ് ചെയ്യേണ്ടതാണ്. മീൻ അവിടെ നൂന് സാക്കിന വരുന്ന അത് മാത്രം തഹജ് ചെയ്യണം. نون ساكنة مظهرة قبل الخاء المفتوحة مفخمة. قبل الخاء المفتوحة مفخمة. من خاء കിട്ടൂലേ? من خاء. ഇവിടെ ഞാൻ മുകളിൽ പറഞ്ഞ വിഷയം ഒന്നും കൂടി ഞാൻ സൂചിപ്പിക്കാൻ എടുക്കാനുള്ളതാണ്.
താഹിർത്ത മൈക്ക് ഓഫ് ആക്കിക്കോളൂ. എക്കോ എന്തോ വരുന്നുണ്ട്. ഇല എന്നുള്ളടത്ത് ഇല എന്നുള്ളൊരു മദ് ഉണ്ട്. ആ മദ് ഇവിടെ കളയാണ്. ഇല വില്ലി എന്നായിട്ട് മാറും. ثم تولى إلى الظل فقال رب إني إلى الظل എന്നാണ്. അവിടെ സംഭവിക്കുന്ന എന്താണ്? അത് കൊഴിഞ്ഞു പോവാണ്. ഹദഫ് തഹരീക്ക് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്. തഹരീക്ക് എന്ന് പറഞ്ഞാൽ ഹർക്കത്ത് നൽകുക, ഹദഫ് എന്ന് പറഞ്ഞാൽ കളയുക എന്നുള്ളതാണ്. ഇവിടെ അത് കളഞ്ഞിക്കാ ചെയ്തത്. കാരണം ഹംസത്ത് വസ്ലാണ്, നമ്മൾ അത് പഠിക്കും. ഓക്കെ, ഞാനത് ഒന്ന് നിങ്ങളെ സൂചിപ്പിച്ചാണ്. ഇങ്ങനെ ഒരു സംഭവം ആകുമ്പോൾ എടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. قالوا تلك إذا كرة خاسرة. ഓക്കെ, കറത്തുൻ ഖാസിറ എന്നുള്ളിടത്തില് തുൻ ഖ അതൊന്ന് തഹ് ചെയ്യൂ. تنوين بالضمة قبل خائل مفتوحة. താ തൻവീൻ ബിൽ ലൊമ്മ കബല ആണോ, അല്ലെങ്കിൽ താ തൻവീൻ ലൊമ്മ എന്തെങ്കിലും സംഭവിക്കുന്നില്ല അവിടെ? താ തൻവീൻ ലൊമ്മക്ക് ടോപ്പിക് വിട്ടിട്ട് قبل خائل مفتوحة. قبل خائل مفتوحة مفخمة ألف مد مفخمة منطبية حركتان. اوكي اوكي شكرا جزاك الله. نون ساكنة مظهرة قبل الهمز المفتوحة ين ين ഇൻ എന്ന് പറയുന്നത് നൂനു സാക്കിന. അപ്പൊ നമ്മൾ നൂനു സാക്കിന മുൽഹറ കബല ഹംസിൽ മഫ്തൂഹ എന്ന് പറയേണ്ട യൻ നൂൻ സുക്കൂൻ ഉള്ളതും ഷദ്ദൊന്നും തുടക്കത്തിൽ ഇതാക്കല്ലേ. അപ്പൊ അതിന് നമ്മൾ തൊട്ട മുമ്പുള്ളതിനോട് ചേർത്ത് യൻ എന്ന് പറയണം. അത് അറബി ഇതാണ് തഹജി കേട്ടോ. ഞാൻ അയച്ചു തരണ്ട്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. എഴുതിയെടുക്കണ്ടോ ആരെങ്കിലും? അല്ലെ ഞാൻ അയച്ചു തരുന്നത് എടുക്കാം? എങ്ങനെയാണ്? എഴുതാം. എന്നാ എഴുതിക്കോളൂ. യൻ ഔന നൂനു സാക്കിന മുൽഹറ കബലൽ ഹംസിൽ മഫ്തൂഹ യൻ വയൻ ഔന. അവിടെ പിന്നെ കബല ഹംസ പിന്നെ ഏത് ഹർഫും വരും കേട്ടോ. നമ്മള് പിന്നെ തൊണ്ടേന്റെ 6 അക്ഷരങ്ങൾ ഏതും ആയിരിക്കാം. നൂനു സാക്കിന തൻവീനു ശേഷം വരുന്നത്. അതിനനുസരിച്ച് അവിടെ ഹർഫുകൾ മാറുന്നേ ഉള്ളൂ. ഈ ടോപ്പിക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? നമുക്ക് തിരിയുന്നതാണ്, വലിയ പ്രയാസമൊന്നും ഇല്ല. സിമ്പിൾ ആണ് അല്ലെ? ഡെഫിനേഷൻ മലയാളത്തിൽ എഴുതുമ്പം നൂനു സാക്കിന തൊണ്ടയുടെ അക്ഷരങ്ങളായ ഏതെങ്കിലും മുന്നിൽ വരുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇതിന്റേത് ഏതാണോ പറയുന്നത്? അതെ, ഇതിന്റേത് സുക്കൂനുള്ള നൂനിനു ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങളായ ഹംസയോ ആ മുഴുവൻ 6 അക്ഷരങ്ങളും എഴുതാം. ആണെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ ഫത്തയുള്ള ഹംസ വന്നതുകൊണ്ട് ഫത്തയുള്ള ഹംസ വന്നതുകൊണ്ട് നൂനിനെ വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം മലയാളത്തിൽ. നൂനു സാക്കിന വ തൻവീൻ അങ്ങനെ എഴുതിയ അല്ല, ഇവിടുത്തതാണ് ഈ കേസ് ആണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതിനെ കുറിച്ച് എഴുതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നൂനു സാക്കിനക്കോ തൻവീനിനോ ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങളായ 6 അക്ഷരങ്ങൾ അത് നിങ്ങൾ എഴുതുക. 6 അക്ഷരം തൊണ്ടയുടെ അക്ഷരങ്ങളായ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇവയിൽ ഏതെങ്കിലും 6 അക്ഷരം എഴുതിയിട്ടാണെങ്കിൽ ഇവയിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നൂനു സാക്കിനയെയോ തൻവീനിനെയോ ഏതാണോ അവിടെ വരുന്നത് അതിനെ നൂനു സാക്കിന തൻവീൻ വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യേണ്ടതാണ്. ഇപ്പൊ തൻവീൻ വരികയാണെങ്കിൽ എങ്ങനെയാ പറയുമ്പോ ഇതന്നെയാണോ പറയുന്നത്? നൂൻ സാക്കിന എഴുതി ഇല്ലേ? ഇവിടെ ഞാൻ വിചാരിച്ചു ഇതില് തൻവീനാണെന്ന്. നൂനു സാക്കിന എന്നുള്ളത് മാറും, തൻവീനായിട്ട് മാറും. സാക്കിന എന്നുള്ളത് അവിടെ അക്ഷരായിരിക്കല്ലോ. ഒറ്റ മിനിറ്റ് ബാക്കോട്ട് ബാക്ക് അടിച്ചു കഴിഞ്ഞാല് ഇവിടെ നോക്കൂ നിങ്ങള്. ബ തൻവീൻ ബിൽ ലൊമ്മ മുൽഹറ തൻവീൻ ബിൽ ലൊമ്മ ബ അക്ഷരങ്ങളാണല്ലോ വരാൻ. മറ്റേ നൂനു സാക്കിന തന്നെയാണ്, മാറ്റമില്ല. ഇവിടെ തൻവീന് ഏതിലും വരാം. നൂനിലും വരാം, മീമിലും വരാം, മുഴുവൻ അക്ഷരങ്ങളിലും തൻവീന് വരാം. അവിടെ എന്താണോ തൻവീന് ഫത്ഹാണോ കസ്റാണോ ഏതാണോ വരുന്നത്, ശേഷം ഏതാണ് വരുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യും? അത് മാറും. ഓക്കെ അല്ലേ?
നൂനു സാക്കിനക്ക് പകരം ബ തൻവീൻ ബിൽ ഫത്ഹ, ബ തൻവീൻ ബിൽ കസ്ര, ബ തൻവീൻ ബിൽ ലൊമ്മ മുൽഹറ ഖബ്ല, ബാക്കി സെയിം. ഓക്കെ. ഇനി നിങ്ങൾ നോക്കൂ, ഇത് രണ്ട് കളിയില് ഹുറൂഫുൽ ഇൽഹാർ മഅനൂനു ഫി കലിമ. ഒരു വാക്കില് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഞാൻ തരൂട്ടോ, ഇത് നിങ്ങൾ എഴുതരുത്. മഅനൂൻ ഫി കലിമ, ഒരു വാക്കില് നിങ്ങൾ നോക്കൂ. ഹംസ, ഹംസക്ക് ഒരു ഉദാഹരണം, ആവിനൊരു ഉദാഹരണം, അയിനൊരു ഉദാഹരണം, ഗൈന്, ഞാൻ വേഗം കൊണ്ട് മാറ്റുന്നു. അടുത്ത നോക്കൂ, ഹുറൂഫ് ഇൽഹാർ തൊട്ടപ്പുറത്ത് മഅനൂനു ഫി കലിമത്തൈൻ, രണ്ട് വാക്കുകൾ. ഫമൻ അസ്ലമ, ഇൻ ഹാദ, മിൻ അലഖ് വമിൻ ഹൈസ്. ഓക്കെ. അടുത്തത് നോക്കൂ, ഹുറൂഫ് ഇൽഹാർ മഅ തൻവീൻ. ഹംസ അതിന് ഉദാഹരണം, ഹാ വന്നതിന് ഉദാഹരണം, ഐൻ വന്നതിന് ഉദാഹരണം. ഓക്കെ. അടുത്തത് നോക്കൂ, ഇതെന്നെ ഇങ്ങനെ 4 കള്ളിയാക്കി വരച്ചിട്ട് ഇതേപോലെ നിങ്ങൾ എഴുതിട്ട് ഹോംവർക്കാണ് നിങ്ങൾക്ക്, ഈ ആഴ്ചത്തേക്കുള്ള ഹോംവർക്കാണ് ഇത്. ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എന്നിട്ട് അവിടെ ഹുറൂഫുൽ ഇൽഹാർ എന്ന് പറഞ്ഞിട്ട് ഹംസ ഇതിങ്ങനെ എഴുതാം. എന്നിട്ട് ഹംസക്ക് മാനൂൻ, നൂനിന് നൂനു സാക്കിന വരുന്നത് ഫി കലിമ, ഒരു വാക്കില് നൂനു സാക്കിനയും ഹംസയും വരുന്നു. മാനൂൻ ഫി കലിമത്തെയും രണ്ടെണ്ണത്തിൽ വരുന്നത്. മാ തൻവീൻ, അതായത് ഹംസ, നൂനു സാക്കിന തൻവീനിന് ശേഷം ഹംസ വരുന്നതിന് ഉദാഹരണങ്ങൾ ഓരോ കള്ളിയിലും എഴുതാം. ഹാന് ഓരോ ഉദാഹരണം, ഇതിനൊക്കെ ഉദാഹരണം നിങ്ങൾ എഴുതണം. ഇത് ഈ ചാർട്ട് മാത്രം നിങ്ങൾക്ക് അയച്ചു തരും. മറ്റേ നേരത്തെ നിങ്ങൾക്ക് കാണിച്ച ഇതുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് തരൂല, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരില്ല, കാരണം നിങ്ങൾ ഇത് നോക്കി എഴുതിക്കാളും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് ഇത് നിങ്ങൾക്ക് അയച്ചു തരും. ഇതിൽ നിങ്ങൾ ഫില്ല് ചെയ്തിങ്ങേറ്റ്, അല്ലെങ്കിൽ കള്ളി വരച്ചിങ്ങേറ്റ് എഴുതിയാൽ മതി. ഇതിൽ ഫില്ല് ചെയ്യണമെന്ന് പറയുന്നില്ല, പ്രിന്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതേപോലെ വരച്ച് എഴുതിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പില് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യണം. എല്ലാരും കുറച്ച് ആൾക്കാരുള്ളൂ. നമ്മൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തയ്യാറെടുക്കണം. അപ്പൊ അതിനൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഇന്ന് പിന്നെ കുട്ടികളെ ഒരു ഡൗട്ടാണ്. ഒരു എക്സാമ്പിൾ ഒരെണ്ണത്തിന്റെ ഒരെണ്ണം പറഞ്ഞാ മതി. ഇത്രപ്പങ്ങൾ കണ്ടില്ലേ? അതാ ഉദാഹരണം നോക്കി, തൊട്ടമോളിതാ ഹംസ, എൻ നൂനു സാക്കിന ശേഷം ഹംസ, എൻ ഫമൻ അസ്ലമ എന്നുള്ള നൂനു സാക്കിനക്ക് ശേഷം ഹംസ വന്നു 2 വാക്കുകളിൽ. ഹാസിദിൻ ഇ, ദാലിന് തൻവീൻ ഉണ്ട് കേട്ടോ, ഈ സലാമുൻ ഹി. കണ്ടില്ലേ? കൂടുതൽ നോക്കിയാൽ നിങ്ങൾ അത് നോക്കി ഖുറാനിൽ തപ്പിയാ കിട്ടും. അതായത് നൂനു സാക്കിനയ്ക്ക് ശേഷം ഹംസ വന്നത്, നൂനു സാക്കിനയ്ക്ക് ശേഷം അടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസ വന്നത്. അതാണ് മനസ്സിലാവാത്ത. മേലത്തെ അറബിയുടെ അർത്ഥം അറിയാണ്ടാണ് ചോദിച്ചത്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഹുറൂഫുൽ ഇൽഹാർ എന്നാണ്, ഇൽഹാറിന്റെ അക്ഷരങ്ങൾ, തൊണ്ടയുടെ അക്ഷരങ്ങളാണ് ഫസ്റ്റ് 6 ഹർഫുകൾ. അതല്ല മാനൂനും ഫിൽ കലിമ, ഞാൻ മലയാളത്തിൽ എഴുതി തരണ്ട്, ഇവിടെ മലയാളത്തിൽ എഴുതി തരണ്ട്, അപ്പൊ മനസ്സിലാവും. മാനൂൻ ഫി കലിമ എന്ന് പറഞ്ഞാൽ നൂനു സാക്കിനക്ക് ശേഷം പിന്നെ തൊണ്ടയുടെ അക്ഷരം ഒരൊറ്റ വാക്കില് സംഭവിച്ച ആണ് ഫസ്റ്റ് ചെയ്തത്. രണ്ടാമത്തത് 2 വാക്കിൽ സംഭവിക്കുക, അതായത് ഒരു വാക്കിന്റെ അവസാനത്തിൽ നൂനു സാക്കിന, അടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഈ 6 അക്ഷരങ്ങളിൽ ഏതോ ഒന്ന് വരിക, അവിടെയും ഇൽഹാറാണ്. അതിന്റെ 3ാമത്തെ കോളത്തിൽ മാ തൻവീൻ എന്ന് പറഞ്ഞാൽ തൻവീനിന് ശേഷം ഈ 6 അക്ഷരങ്ങൾ വരുന്നത് ഓരോരോ കളിയിലാക്കി എഴുതാൻ മതി. സിമ്പിൾ ആണ്, മനസ്സിലായി. അത്രേ. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തണ്ടോ? ഇല്ല. ഓക്കെ. അതില് പിന്നെ അറബി അക്ഷരങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്, നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇസ്തിഫാല, പിന്നെ സ്വരഭാരം സ്വരലാഘവത്തോടെയുള്ള സ്വരഭാരം സ്വരലാഘവം. ഓക്കെ. 20 അക്ഷരങ്ങൾക്ക് എത്ര ഹാലുണ്ട്? 20 ഹാലുണ്ട്. 20 ഹാലുണ്ട്, ശരിയാണ്. ഒന്നാമത്തെ ഹാൽ ഏതായിരുന്നു? ഒന്നാമത്തത് ഫത്ഹ. ഫത്ഹയില് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ? ഹുറൂഫുൽ മുഫഖമ. ഏതൊക്കെയാണ് അക്ഷരങ്ങള്? ഓക്കെ. രണ്ടാമത്തെ ഹാൽ എന്തായിരുന്നു? കസ്റേന്റെ ഇതെന്താ? തർക്കീക്ക്. ഓക്കെ. എന്തിനാണ് തർക്കീക്ക് സംഭവിക്കുന്നത്?
റായിന് റാ ബിൽ കസ്ര മുറക്കക്ക. റാഇന് കസ്ര വരുമ്പോ തർക്കീക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെ? മുഫഹം അഹ്യാൻ. ഓക്കെ. ഹാല് 3 ബൊമ്മയാണ്. ഓക്കെ. ബൊമ്മയില് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇസ്മുൽ ജലാല അള്ളാഹു നമുക്കറിയാം. നമ്മൾ പഠിച്ച ഓരോന്ന് ഇങ്ങനെ നോക്കുകയാണ്. ലില്ലാഹി. ഓക്കെ. 4, 5, 6 ഹാല് ഏതായിരുന്നു? അലിഫ് മദ് ഫത്ഹ. അലിഫ് മദ്, കസ്ര, യാ മദ്, ഓക്കെ. കൺഫ്യൂഷനുള്ള മാതിരി തോന്നുന്നു. പിന്നെ അതിൽ എന്താ ഒരു പ്രത്യേകത? ഈ പിന്നെ 4, 5, 6 ഹാലിന് ഒരു പ്രത്യേകത ഉണ്ട്. മുഫഖമ വരുമ്പോ അലിഫ് മദ് മുഫഖമാവും. ഓക്കെ. അത് ഫത്ഹ ദൊമ്മ ഓക്കെ. കസ്ര വരുമ്പോ തർക്കീക്ക് സംഭവിക്കും. ഓക്കെ, അത് ഞാൻ അഗ്രി ചെയ്തു. അതല്ല ഞാൻ ചോദിച്ചത്, ഈ ഒരു പിന്നെ ഈ ഹാലിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? 4, 5, 6 ഹാലിന് ഒരു പ്രത്യേകത ഇല്ലേ? മദ് തൊബി ഹർക്കത്താന്ന് പറയുന്നതാണ്. മദ് തൊബി ഹർക്കത്താനല്ല, മദ്ദിന്റെ ഹാലല്ലേ? അതെ, അതിന്റെ വേറെ പ്രത്യേകത എന്താ? മദ്ദിന്റെ ഹാലാണ്. അതെ, മദ്ദിന്റെ ഹാലാണ്. അതാ ഞാൻ ചോദിച്ചത്. മദ്ദിന്റെ ഹാലാണ്. അതെ, മദ്ദിലേക്ക് പ്രവേശിച്ചു. മദ്ദിന്റെ ഹാലാണ്. ഓക്കെ. ഏതാണ് മദ്ദിന്റെ മദ്ദക്ഷരം? ഹുറൂഫുൽ മദ് ഏതായിരുന്നു? അലിഫ്. ഐവ. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്താ? മദ് അസ്ലി തൊബീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തൊബീ ഹർക്കത്തൈൻ. അസ്ലി തൊബീ എന്താണെന്നാണ് അറിയേണ്ടത്. ഡെഫിനിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാധാരണ മദ് പറഞ്ഞിട്ട് അറിയില്ലല്ലോ. മദ് അസ്ലി എന്താന്ന് പറയുമോ? അല്ലാണ്ട് സാധാരണ മദ്ദാണ് അസാധാരണ മദ് ഓക്കെ അതല്ല. എന്താണ് മദ് അസ്ലി? അങ്ങനെ പറയാൻ കഴിയില്ല. ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം അതാണ് മദ്ദസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലിഫ് യാ വാവ്, അതായത് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ബന്ധോ വന്നിട്ടില്ലെങ്കിൽ അത് മദ്ദുൽ അസ്ലിയാണ്. അസ്ലിയാണ്. അത് വരുന്നുണ്ടെങ്കിലോ ഫറഈയാണ്. പിന്നെ നമ്മൾ പഠിച്ചാണ് അലിഫ് സിഫർ അലിഫ് സിഫർ ഏയിലൊക്കെ വരുന്നുണ്ട്. അലിഫിന്റെ മുകളിൽ മാത്രമാണ് വരുന്നത്. അല്ല, അത് വാവിന്റെ മുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, വാവിന്റെ നമുക്ക് വേഗം കിട്ടും. ഉലായിക്ക എന്നുള്ളതിന്റെ വാവ്, അത് വാവിന്റെ മുകളിൽ വരുന്നത്. അലിഫിന്റെ മുകളിലാണ് വ്യാപകമായിട്ട് വരുന്നത്. പക്ഷെ വാവും യാവും ഒക്കെ വളരെ റയർ ആയിട്ടാണ്. പിന്നെ മദ് ഫറഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ അല്ലല്ല. മദ് ഫറഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മദ് ഫറഈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദോ ഹംസയോ സുക്കൂനോ വരുന്നതാണെങ്കിൽ അതിനെ മദ്ദുൽ ഫറഈ എന്ന് പറയും. ഓക്കെ. മദ് ഫറഈ എന്ന് പറയും. അത് തന്നെ സാധനം. പിന്നെ അത് പിന്നെ മദ് ഫറഈ. ഓക്കെ, മദ് ഫറഈനെ എത്ര ആയിട്ട് തരംതിരിക്കുന്നുണ്ടോ? അങ്ങനെ എന്തുണ്ടോ? മദ് ഫറഈ ഹംസ വരുന്ന രണ്ട് മദ്ദുകളാക്കി തിരിച്ചു. മദ്ദുൽ മുത്തസിലും മദ്ദുൽ മുൻഫസിലും. മുത്തസിലും മുൻഫസിൽ വേറെ ഒന്നും കൂടി ഇല്ലേ നമ്മള് പഠിക്കാത്തത്? അല്ലല്ല, സില കുബ്ര. മദ് ലാസിമ് നമ്മള് സുക്കൂനും ഷദ്ദും മദ് ലാസിമാണ്. ഇത്രയില് മദ് മുത്തസിലും മുൻഫസിലും പഠിച്ചു. സില കൂടി പഠിക്കാനുണ്ട്. നമ്മൾ ഒരു ദിവസം സില പഠിക്കും. 7, 8, 9 ഹാൽ ഏതാണ്? തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കസ്ര, തൻവീൻ ബിൽ ദമ്മ. തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കസ്ര,
തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കസ്ര, തൻവീൻ ബിൽ ദമ്മ അല്ലേ? ഏഴാമത്തെ ഹാലിന് എന്താ പ്രത്യേകത ഉണ്ടോ? മദ് ഇവതല്ലേ? മദ് ഇവദ്. മദ് ഇവദ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫത്ഹ അലിഫ് മദ് ഇവദ് ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ഫത്ഹ അലിഫ് മദ് ഇവദ് ഹർക്കത്താൻ ഇൻദൽ വഖഫ്. നേരത്തെ ആരെ ചോദിച്ചിരുന്നു ദ എന്നുള്ളത്. അത് ഫത്ഹ അലിഫ് മദ് ഇവദ് ഹർക്കത്താൻ ഇൻദൽ വഖഫ്. നേരത്തെ നമ്മൾ പറഞ്ഞതില് ഹംസ വാവിന്റെയും യാന്റെയും മീതെ വരുമ്പോ ഹംസ ലയ്യിൻ അങ്ങനല്ലേ? ഹംസ ലയ്യിൻ അതേതാ ഉണ്ട്? അലിഫ് അലിഫ് ലയ്യിന വേറാണ്. അലിഫ് ലയ്യിന എന്ന് പറയുമ്പോ പിന്നെ എന്താ പറയാ, യാ വാവ്, അതായത് എഴുത്തില് യാ ആയിരിക്കും, പക്ഷെ ഉച്ചാരണത്തില് അലിഫ് ആയിരിക്കും, ആ ആയിരിക്കും. അതാണ് അലിഫ് ലയ്യിന എന്ന് പറയുന്നത്. മൂസ, ഈസ എന്നൊക്കെ കാണല്ലേ, പക്ഷെ എഴുത്തില് യാ ആണ്, പക്ഷെ ഉച്ചാരണത്തില് അലിഫിന്റെ ആ ഭാഗം എടുത്തില്ലല്ലോ. ഞാൻ ഒന്നുകൂടി പഠിപ്പിക്കാം. നമുക്ക് അവസാനം ഒരു റിവിഷൻ വരും, പരീക്ഷയുടെ മുമ്പേ മൊത്തത്തിൽ ഒരു റിവിഷൻ വരും. അതെല്ലാം കവർ ചെയ്ത് ഒന്നും വിടാണ്ട് നമ്മള് ഫുൾ കവർ ചെയ്തിട്ടേ പോവുള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തൻവീൻ ബിൽ ഫത്ഹ, അവിടെ ഒരു അലിഫ് ഒന്നും കാണില്ല. എന്തേ? ഇവിടെ സാധാരണഗതിയിൽ ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് അലിഫ് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് വഖഫ് ഈ കൂട്ടിക്കെട്ടപ്പെട്ട താ വഖഫ് ചെയ്യുമ്പോ സാക്കിനയായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ തൻവീനിൽ എന്ത് സംഭവിക്കാത്തത്, അലിഫ് കൊടുക്കാത്തത്. ബാക്കി എല്ലായിടത്തും നിങ്ങൾക്ക് അലിഫ് കാണാം. പിന്നെ വരുന്നത് ഹംസ, രണ്ട് ഹംസന്റെ മാൻ എന്ന് പോലെ സമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ തൻവീന് വരുന്നിടത്ത് അവിടെയും എന്തുണ്ടാവില്ല, അലിഫ് ഉണ്ടാവില്ല. കാരണം അത് എന്താണ്, ഹംസ രണ്ട് അലിഫിന്റെ ഇടയിൽ നിൽക്കില്ല എന്നുള്ളൊരു നിയമം. ഇവിടെ ഹാസാക്കിന് ഇൻഡൽ വഖഫ്. 10ാമത്തെ ഹാല് സുക്കൂനാണ് അല്ലെ? ഏതായിരുന്നു സുക്കൂനിന്റെ പിന്നെ നിയമം? കൽക്കല. കൽക്കല ഏതാണ്? കൽക്കലന്റെ അക്ഷരങ്ങൾ ഏതായിരുന്നു? ഒറ്റക്ക് പറയുക, ഒറ്റക്ക് കുത്തുബജത്ത് ഒഴിവാക്കിയിട്ട്. ഓക്കെ, കുത്തുബജത്ത് ആണെങ്കിൽ അത് പറയാൻ മറന്നു. ഖാഫ് താ ബാ ജീം ദാൽ. ഓക്കെ, കൽക്കല ഹുറൂഫുൽ കൽക്കല എന്നാണ് പറയാ. കൽക്കയുടെ അക്ഷരങ്ങളാണ് കുത്തുബ് ജദ്, ഖാഫ് താ ബാ ജീം ദാൽ, ഹുറൂഫുൽ കൽക്കല. അപ്പൊ നമ്മൾ ഒരുപാട് പിന്നെ ഹർഫുകൾ പഠിക്കുന്നുണ്ട് ഇവിടെ. ഹുറൂഫുൽ കൽക്കല, ഹുറൂഫുൽ ഹൽക്ക്, പിന്നെ വേറെ ഏതാ നമ്മൾ പഠിച്ചത്? വേറെ ഏതാ പഠിച്ചിരുന്നോ? ഹർഫ് ഉന്ന പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ഹർഫുകൾ ഉണ്ട്, അതിലൊന്നും പിന്നെ ഹുറൂഫുൽ മുഫഖമ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച സാധനം. അപ്പൊ അങ്ങനത്തതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒക്കെ പാടെ കൂടി കൊഴഞ്ഞു വരുന്നു, ഒക്കത്തിന് വേറെ വേറെ തന്നെ മനസ്സിലാക്കി വെക്കാം. ഹുറൂഫ് ശംസിയ, ഖമറിയ, വെരി ഗുഡ്. അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയത്. ഇപ്പൊ ഹുറൂഫ് ശംസിയ, ഖമറിയ പറയുന്ന സമയത്ത് അവിടെ ഖാഫും താവും ബാവും ജീമും ദാലും ഒക്കെ ഉണ്ടാവും. പക്ഷേ കാഫു താ ബാ ജീം ദാൽ എപ്പോഴാണ് കൽക്കലയാവുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, സുക്കൂന് നൽകപ്പെടുമ്പോഴാണ് അത് കൽക്കലയാവുന്നത്. അത് നമ്മൾ ഓർക്കണം. അല്ലാണ്ട് അവിടെ അങ്ങനെ ഉണ്ടല്ലോ, തൊണ്ടന്റെ അക്ഷരം ഇവിടെ ഉണ്ടല്ലോ, ഹെവി ലെറ്റർ കാഫ് താ ബാ ജീമില് കാഫ് ഹെവി ലെറ്റർ ആണല്ലോ, അതിന്റെ മുഫഹമയാണല്ലോ എന്ന് പറയും. സുക്കൂന് നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അത് കൽക്കലയായിട്ട് വരും. ഫത്തഹ കസറ ദൊമ്മയൊക്കെ ആണെങ്കിൽ അത് ഹർക്കത്തോട് കൂടി വരികയാണെങ്കിൽ എന്താണ്, മുഫഹമയില് നമുക്ക് കാണണം. അതായത് ഖാഫ് താ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ കൺഫ്യൂഷൻ വരരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഹംസ എത്ര ഉള്ളത്? 2. ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ ഖത്അ. ഓക്കെ,
അതിന്റെ ഇതെന്തായിരുന്നു? ഹംസത്തുൽ വസ്ലിനെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പറഞ്ഞു തരിക. ഹംസത്തുൽ വസ്ൽ എന്താണ് എന്നുള്ളത്? 4 ഇതാണ് പറഞ്ഞു. തസ്കുത്ത് വസ്ലൻ. അല്ല, ഹംസത്തുൽ വസ്ൽ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. ഹംസത്തുൽ വസ്ലിനെ പിന്നെ അൻവാവുകൾ ഉണ്ട്, അതിന്റെ ഇനങ്ങൾ വേറെ, അത് നമുക്ക് പിന്നെ. ഞാൻ ചോദിച്ചത് ഹംസത്തുൽ വസ്ൽ എങ്ങനെ നമുക്ക്, ഹംസത്തുൽ വസ്ലിനെ എങ്ങനെ നമുക്ക് പറയാം? ഹംസത്തു വസ്ലാണെങ്കിൽ ഡാഷ് 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 എഴുതപ്പെടും, പക്ഷെ വായിക്കുമ്പോൾ എഴുതപ്പെടുമോ? ഹംസത്തു വസ്ൽ എഴുതപ്പെടുമോ? എഴുതൂല, വായിക്കും. എഴുതപ്പെടൂലെന്ന്. ലാ തുക്തബു അബദൻ. അബദൻ. എഴുതൂല. പിന്നെ തുൻതഖു ബദൻ. ഇതിൽ ആരംഭിക്കുകയാണെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവും. ചേർത്തിട്ട് വസ്ല് ചെയ്യുകയാണെങ്കിൽ തസ്കൂത്ത് സുക്കൂത്താവും, അത് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അതിന്റെ ശബ്ദം ഇല്ലാണ്ടാവും. തസ്കുത്തു ഇൻദൽ വസ്ലൻ, വസ്ല് ചെയ്യുന്ന സമയത്ത് അത് കളയപ്പെടും, അല്ലെങ്കിൽ സിംബൽ മേലുണ്ടാവും. അതെ അതെ, അതിന്റെ പിന്നെ അലാമത്ത് സ്വാദിന്റേതാണ്. ഇതാണ് അതിന്റെ തെഹജി. ഹംസത്തു വസ്ലിൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ. അ ഇ ഉ ഏതെങ്കിലും ഒന്നുമായിരിക്കും വരിക. ഓക്കെ. പിന്നെ അൻവാഉ ഹംസത്തുൽ വസ്ൽ ഏതൊക്കെയാണ്? ഓരോന്ന്. ഒന്നാമത്തേത് ഏതാ നമ്മൾ പഠിച്ചത്? പേപ്പർ മറിച്ചൊക്കെ. 10 നാമപദങ്ങൾ. ഓക്കെ. പിന്നെ അമ്രു സുലാസി, പിന്നെ ഖുമാസി സുദാസി, പിന്നെ ലാമു തഅരീഫ്. അശറത്തു അസ്മാ, അമ്രു സുലാസി, പിന്നെ ഖുമാസി സുദാസി, പിന്നെ ലാമു തഅരീഫ്. ഇങ്ങനെ 4 എണ്ണാണ് ഉള്ളത്. ഓക്കെ. ലാമു തഅരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ, അല്ലെ? നമുക്കറിയാം അത്. അൽ, ലാം ഖമരിയ, ലാം ഷംസിയ. ഹാല് 11, 12, 13 എന്തായിരുന്നു? ഒന്നാമത്തെ ഹാല് എന്തായിരുന്നു? ശദ്ദ ഫത്ഹ, ശദ്ദ കസ്റ, ശദ്ദ ദമ്മ. ഇവിടുന്ന് അങ്ങോട്ട് ശബ്ദ കൂട്ടി കൊടുത്താൽ മതി. ആദ്യത്തെ 10 എണ്ണത്തിന് ശബ്ദ കൂട്ടി കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16 ഒക്കത്തിനും ശബ്ദ കൂട്ടി കൊടുത്താൽ മതി. ശദ്ദ ഫത്ഹ, ശദ്ദ കസ്റ, ശദ്ദ ദമ്മ. ഹാല് 11, 12, 13 തെജ്വീദ് എന്താ? 11 തെജ്വീദ് എന്താ? 12 തെജ്വീദ് എന്താ? 13 തെജ്വീദ് എന്താ? കൺഫ്യൂഷൻ ആവരുത്, സിമ്പിള് ചോദ്യമാണ്. വെറുതെ കാർഡ് കയറരുത്. അതതിന്റെ പേര്, ഹാലിന്റെ പേര്. തെജ്വീദാണ്. ഓക്കെ. അപ്പൊ മറന്നു പോയിട്ടില്ല, അൽഹംദുലില്ലാ. അപ്പൊ ഇന്നത്തെ ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ചത്. നിങ്ങൾ പിന്നെ ക്ലാസ്സിൽ അല്ല, നിങ്ങളെ ഗ്രൂപ്പിൽ നിങ്ങൾ യാതൊരു അനക്കവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളെ ചെക്ക് ചെയ്താണ്. പിന്നെ മിണ്ടാണ്ടക്കുന്ന കുറെ ആൾക്കാർ ഇതിലുണ്ട്, അതെനിക്കറിയാം. ഞാൻ കാണാത്തതൊന്നല്ല. മിണ്ടാണ്ടക്കുന്ന ആളുകള് പിന്നെ ഇനി മിണ്ടാൻ തുടങ്ങണം, മിണ്ടാതിരിക്കാൻ പാടില്ല. എന്താണ്, കുറെ ആൾക്കാർ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്, അവരൊക്കെ സജീവമാവണം. ഇനി കുറച്ച് ക്ലാസ്സുകളും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പരമാവധി ഈ വരുന്ന ആളുകൾ ലീവ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ളതൊക്കെ ഇങ്ങനത്തെ ഏകദേശം ഫുള്ള് നിയമം, കാരണം ഹാലുകളൊക്കെ ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളൊക്കെ നിയമങ്ങളാണ്. ഇപ്പൊ നൂനുസാക്കിന് ഇൽഹാർ പഠിച്ചു, ഇനി ഇദ്ഗാം പഠിക്കാണ്ട്. ഇദ്ഗാമിലാണ് കുറച്ച് ടൈറ്റ് ഉള്ളത്. ഇദ്ഗാം കുറച്ച് ടൈറ്റാണ്, കാരണം ഇദ്ഗാം വ്യത്യസ്ത രീതിയിലുണ്ട്. പല പല തരത്തില് ഇദ്ഗാം, നൂനുസാക്കിന തൻവീന്റെ ഇദ്ഗാമിന് പല തരത്തിലുണ്ട്. അതായത് ഇദ്ഗാം ബി ഗുന്നുണ്ട്, ബിലാ ഗുന്നുണ്ട്.
അപ്പൊ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ ഏതാ പഠിക്കണം, ഉന്നന്റെ അക്ഷരം ഏതാണ്, ബിലാഗുന്നന്റെ ഇത് മണിച്ചിട്ട് ഇദ്ഗാം ചെയ്യേണ്ടത്, മണിക്കാതെ ഇദ്ഗാം ചെയ്യേണ്ടത്, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. 10:30 സമയം കഴിഞ്ഞ് നേരം വൈകി പോയിട്ടുണ്ട്. ഞാൻ എന്റെ ശ്രദ്ധയിൽ വിട്ടുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുത്തത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാട്ടെ. സോറി ചോദിക്കാണ്, 8:30 നിർത്തേണ്ടത് 9 മണി ആയി പോയിട്ടുണ്ട്. ഞാൻ ആ സമയം എപ്പോഴാണ് കാണുന്നത്. ഏതായാലും ഇന്ന് എടുത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആ ഒരു ചാർട്ടാണ്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരും. നിങ്ങൾ അത് നിർബന്ധമായിട്ട് അതിൽ ഓരോന്നും നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അത് നിങ്ങൾ ഗ്രൂപ്പിൽ തഹജ്ജും ചെയ്തോളൂ. നിങ്ങൾ ഇന്ന് തഹജ്ജും ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ കൂടെ വരിക. പിന്നെ നമുക്ക് പരീക്ഷയിലേക്കൊക്കെ പോകേണ്ടതാണ്. പരീക്ഷയും സർട്ടിഫിക്കറ്റിലൊക്കെ ഉപരിയായിട്ട് ഖുർആൻ പാരായണമാണ് നമുക്ക് ശരിയാക്കേണ്ടത്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളെടുത്തുണ്ടാവാം. നമ്മളും പരമാവധി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും തയ്യാറാണ്. വെൻഡേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് അതിന് റെഡിയായി നിൽക്കാണ്. നിങ്ങളൊന്ന് കൂടുതൽ സജീവമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ, പഠനത്തെ, ഈ സമയത്തൊക്കെ നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ ഒരുപാട് നന്മകൾ നൽകുന്ന സമയങ്ങളാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ മേഖലയിലും അള്ളാഹു ഒരുപാട് ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. ഇതേപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കള്, നമ്മളെ സുഹൃത്തുക്കള്, പണ്ഡിതന്മാര്, പിന്നെ അധ്യാപകര്, കുടുംബക്കാര്, എല്ലാവരും ഒരുപാട് ആൾക്കാര് നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.